നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 325-ാമത്തെ എപ്പിസോഡാണിത്. ഇതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് ദിവസമായിട്ട് വളരെയധികം തിരക്കിലായിരുന്നു. എൻ്റെ ഒരേ ഒരു മകൻ്റെ വിവാഹം ഈ ഫെബ്രുവരി 8-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അതിനു വേണ്ടിയിട്ടുള്ള തിരക്കും ആളുകളോട് പറയുന്നതും ക്ഷണിക്കുന്നതും ഇതേക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെയായി കുറേയധികം തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീടുള്ള എപ്പിസോഡുകൾ താമസിച്ച് ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞത്. ആ തിരക്കിൽ നിന്നെല്ലാം മാറി സ്വച്ഛന്തമായിരുന്ന് കുറേയധികം കുറിപ്പുകളും കുറേയധികം വ്യക്തികളെ കണ്ടതുമൊക്കെ ആയിട്ടുള്ള ഓർമ്മകളും അവരെക്കുറിച്ചിട്ടുള്ള എഴുത്തും ഇതെല്ലാം ഇതിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ തുടർന്നിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന തമ്പാനൂരിൽ അവിടെ എത്രയോ വർഷങ്ങളായി താമസിക്കുകയും കാലത്തിൻ്റെ മഞ്ഞപ്പുതുപ്പിൽ മറയുകയും ചെയ്ത ഒരു പ്രശസ്ത കലാകാരൻ ശ്രീ പൂജപ്പുര സോമൻ നായരെ കുറിച്ചിട്ടാണ്. നിരവധി നാടകങ്ങളാണ് അദ്ദേഹം അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു 10 വീടുകൾക്കപ്പുറമാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പൂജപ്പുരയിലാണ് ജനിച്ചതെങ്കിലും ജീവിതത്തിൻ്റെ ഏറിയ പങ്കും തമ്പാനൂര് എൻ്റെ വീടിനടുത്തായിരുന്നു. ഏറ്റവും രസകരമായ കാര്യം, എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തെ കാണുകയും ചിരിക്കുകയും, എന്തൊക്കെയാണ് വിശേഷം ശരവണ, ഇപ്പോൾ എഴുത്തൊന്നുമില്ലേ, കവിത എഴുത്തൊന്നുമില്ലേ എന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു ഞാൻ കവിത എഴുതുന്നു എന്നും മറ്റും? അന്നൊക്കെ എഴുതി തുടങ്ങുന്ന കാലമാണ്. ഇദ്ദേഹത്തിൻ്റെ കലാസബരിയെക്കുറിച്ചിട്ടൊന്നും വലിയ അറിവൊന്നും എനിക്കില്ല. പക്ഷെ അദ്ദേഹം നാടകത്തിലും സിനിമയിലും ഒക്കെ അഭിനയിക്കുകയും നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായി എനിക്കറിയാം. പക്ഷെ അവിചാരിതമായി പ്രശസ്ത ചലച്ചിത്ര താരവും നാടക നടിയുമൊക്കെയായ ശ്രീമതി അടൂർ പങ്കജത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടുനടയിൽ വെച്ച് കാണുമ്പോഴാണ് അവരുമായി അപ്രതീക്ഷിതമായ റോഡിൽ വെച്ച് തന്നെ കുറേ നേരം സംസാരിക്കാൻ ഇടയുണ്ടായത്. അപ്പോഴാണ് ശ്രീ സോമേട്ടനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ കലാസബരിയെക്കുറിച്ചിട്ടൊക്കെ ഞാൻ അറിയുന്നതും കേൾക്കുന്നതും. എപ്പോൾ കണ്ടാലും മുണ്ടും മടക്കി കുത്തി ഷർട്ടുമിട്ട് ചിരിച്ച മുഖത്തോടെ പോകുമ്പോഴൊക്കെ ചോദിക്കും, ഇപ്പോൾ എങ്ങനെ? ഈ ഒരു ചോദ്യമാണ്. അങ്ങനെ സുഖമായിട്ട് പോകുന്നു ചേട്ടാ. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ചെറിയൊരു ഇടവഴിയിലൂടെ മുകളിൽ കയറുമ്പോഴാണ് ഇദ്ദേഹം അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ഒരു വലിയ കലാകാരനാണെന്നുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി പേർ, അദ്ദേഹം അന്തരിച്ച പ്രശസ്ത കലാകാരനായ ശ്രീ എൻ പിള്ളയുടെ നാടക ട്രൂപ്പിലും നിരവധി ട്രൂപ്പുകളിൽ അദ്ദേഹം അഭിനേതാവായും സംവിധായകനായും ഒക്കെ കലയെ വളർത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ മക്കളുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടൊന്നും എനിക്ക് വലിയ ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തിലെ കലാകാരനെ, അദ്ദേഹത്തിലെ വ്യക്തിത്വത്തെ ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. ശ്രീമതി അടൂർ പങ്കജത്തിനെ കണ്ടു കഴിഞ്ഞ കാലത്ത് ഏകദേശം ഒരു 1-2 മാസത്തിന് ശേഷം അദ്ദേഹം അതുവഴി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സോമേട്ട വളരെ തിരക്കിലാണോ അതോ എന്തെങ്കിലും മേടിക്കും? ഇല്ല, ഞാനിവിടെ അടുത്തൊരു കടയിൽ നിന്നൊരു സംഗതി വാങ്ങി. എന്താ? ഞാൻ ചേട്ടനോടൊന്ന് കുറച്ച് നേരം സംസാരിച്ചാൽ. അതെന്താ ഇവിടെ വെച്ചാവാ? അല്ലെങ്കിൽ നീ വീട്ടിലേക്ക് വരൂ, വീട്ടിൽ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു. വേണ്ട ചേട്ടാ, ചേട്ടൻ തിരക്കിലല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം, ചേട്ടൻ ഇപ്പോൾ കടയിൽ പോയിട്ട് വന്ന ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ്, കുഴപ്പമില്ല, ഞാൻ വരാം. അദ്ദേഹം പോയി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി തിരക്കായിരിക്കും എന്ന് ഊഹിച്ചു. ഞാൻ തിരികെ വീട്ടിലോട്ട് കയറാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് വിളിക്കുന്നു, ശരവണ നിൽക്കുക, ഞാൻ വരുന്നു. അങ്ങനെ അദ്ദേഹം വന്നു. എന്താ നീ പെട്ടെന്ന് പോയത്? ഞാൻ അതല്ല, ചേട്ടൻ പുറത്ത് കാണുമ്പോൾ അല്ലെ പല കാര്യങ്ങളല്ലേ, എന്നെ പോലെയല്ലോ, നീ വാ, നിനക്ക് എന്താ സംസാരിക്കേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ്റെ ലീലാവിലാസങ്ങൾ എന്നുള്ള പ്രയോഗം നന്നായിരിക്കും എന്നുള്ള. എന്തിനാ എനിക്ക് ലീലാവിലാസങ്ങളോ? നമ്മൾ അങ്ങനെയല്ല, അതൊരു പദപ്രയോഗമാണ്, എല്ലാം നല്ലതിനും അങ്ങനെ പറയാം, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അത് ശരി, അപ്പം നീ എന്നെ വ്യാകരണം പഠിപ്പിക്കുകയായിരിക്കും. ഞാൻ വ്യാകരണം പഠിപ്പിക്കാനൊന്നും ആളല്ലേ ചേട്ടാ. ചിരിച്ചിട്ട് തോളിൽ തട്ടി. എന്താണ് നിങ്ങൾ സംസാരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞു, ചേട്ടാ, ഈ ഇടയ്ക്ക് ശ്രീമതി അടൂർ പങ്കജം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ എൻഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാനങ്ങോട്ട് അതുവഴി മുകളിലിട്ട് കയറാനായിട്ടിരിക്കുമ്പോഴാണ് അവരവിടെ നിൽക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കിട്ടിയ സാഹചര്യമില്ലേ എന്ന് വിചാരിച്ചിട്ട് അവരുമായിട്ട് കുറേ നേരം സംസാരിച്ച കൂട്ടത്തിൽ ചേട്ടനെ പറ്റിയിട്ടും പറഞ്ഞു. അപ്പം നിങ്ങളുടെ നാട്ടുകാർക്ക് നിങ്ങളുടെ ഒരു കലാകാരനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലേ എന്ന് ഭവാനി ചേച്ചി ചോദിച്ചപ്പോഴാണ് എനിക്ക് കത്തിയത്. അപ്പോൾ എഴുത്തും വായനയും കവിതയും നോവലും ഒക്കെ എഴുതുമെങ്കിലും ഓരോ കലാകാരന്മാരെ അടുത്തറിയാൻ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ അന്ന് തോന്നിയില്ല. എങ്കിലും അടൂർ പങ്കജം ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെയും ഭവാനിയുടെയും ഭവാനി ചേച്ചിയുടെയും ഒക്കെ ട്രൂപ്പിലെ വലിയ നടനല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ന് സോമേട്ടനോട് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ വാടാ, എനിക്കിപ്പം പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ വലിയ നടനാണെന്ന് ബോർഡ് എഴുതി ഇവിടെ കെട്ടിത്തൂക്കാൻ പറ്റുമോ? അറിയേണ്ടവർ അറിയുന്നു, അറിയാൻ പാടില്ലാത്തവരെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? ഒന്നാമതേ, ജീവിതത്തിലെ നിരവധി തിരക്കുകൾ, കുടുംബകാര്യങ്ങൾ, നാടകത്തിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഈ വസ്തുപരമായിട്ടുള്ള എൻ്റെ ആധാരം, അതിൻ്റെ ഓഫീസും കാര്യങ്ങൾ, അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യങ്ങൾ, അങ്ങനെ 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിലൂടെയാണ് ഈ നാടകവും സിനിമയും അതും ഇതുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിനക്കിപ്പോൾ എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇത്രയൊക്കെ കഴിവും ഇത്രയൊക്കെ നാടകങ്ങളിലും ഇത്രയൊക്കെ ട്രൂപ്പിലും ചേട്ടൻ അഭിനയിച്ചിട്ടും ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാനൊരു വലിയൊരു നടനാണ്, അല്ലെങ്കിൽ ഞാനൊരു നാടകത്തിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് അടിത ഞാൻ തരുന്നില്ല, നീ എന്നോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉള്ളതല്ലേ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്. അപ്പോൾ ചേട്ടൻ എത്രയോ വർഷം കൊണ്ട് 10-30 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു. 4 വീടിന് ഇപ്പുറമുള്ള എന്നോട് ജസ്റ്റ് കണ്ട് ചിരിച്ചിട്ടും 1-2 വാക്കുകളും പറഞ്ഞിട്ടുള്ളതല്ലാണ്ട് ചേട്ടൻ്റെ നാടകത്തെക്കുറിച്ചും നാടകാഭിനയത്തെക്കുറിച്ചും സിനിമാ അഭിനയത്തെക്കുറിച്ചും ഒന്നും ഒരു വാക്ക് പോലും ഇത്രയും കാലത്തിനുള്ളിൽ പറഞ്ഞു കേൾക്കുകയോ പറയിപ്പിക്കുകയോ ആരെങ്കിലും എന്നോട് പറയുകയോ ചെയ്തിട്ടില്ല. അതിന് അടൂർ കിടക്കുന്ന അടൂർ പങ്കജം ചേച്ചി വേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിട്ട് പറഞ്ഞു, നിന്നെപ്പോലെ പ്രശസ്തിക്ക് വേണ്ടി എഴുതുകയും മറ്റും ചെയ്യുന്നതല്ല എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, പ്രശസ്തിക്ക് വേണ്ടി എഴുതണമെങ്കിൽ പിന്നെ എഴുതി ചുരുട്ടിക്കുട്ടി മുറിയിൽ വെച്ചാൽ പോലെ, അല്ലെങ്കിൽ പുസ്തകത്താളുകൾക്കിടയിൽ വെച്ചാൽ പോലെ.
പ്രശസ്തിക്ക് വേണ്ടി തന്നെയാണ് ചേട്ടാ എഴുതുന്നത്. എല്ലാവരും പറയും ഞാൻ പ്രശസ്തിക്ക് വേണ്ടിയല്ല എന്ന് പറയുമ്പോഴും ഞാൻ പ്രശസ്തിക്ക് വേണ്ടി തന്നെയാണ് എഴുതുന്നത് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റൊന്നുമില്ല എന്ന് പറയും. നിന്നെ ഞാൻ ഏതിനോടാണ് ഉപമിക്കുന്നതെന്നറിയോ? നമ്മളറിയില്ല ചേട്ടാ. ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പം എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്നെ ഉപമിക്കുന്നത് കാന്താരി മുളകിനോടാണ്. അതെന്താ? അത് ഒരെണ്ണം മതിയല്ലോ, 100 എണ്ണം വേണ്ടല്ലോ. ഒരെണ്ണം നമ്മൾ കടിച്ചാൽ തന്നെ അതിൻ്റെ എരിവ് നമ്മുടെ ശരീരത്തെ മുഴുക്കുകയും വിളിച്ചറിയിക്കുമല്ലോ. അതുപോലെയാണ് നീ. നമ്മുടെ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ ചേട്ടാ. നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ആഗ്രഹിക്കാത്തവരുണ്ടോ? ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സുകൊണ്ട് അറിഞ്ഞ് വേണ്ട എന്ന് പറയുമോ? 100-ൽ 1% പോലും കാണില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ. ക്യാമറയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും കുഞ്ഞോ ഏതെങ്കിലും ചെറുപ്പക്കാരനോ ഏതെങ്കിലും മധ്യവയസ്കനോ ഏതെങ്കിലും അപ്പൂപ്പനോ ഉണ്ടാവുമോ ഈ പ്രപഞ്ചത്തിൽ? അത് നമ്മെക്കുറിച്ചിട്ടുള്ളൊരു രജിസ്ട്രേഷനാണ്. കാലം എത്രയോ കടന്നു പോയാലും നമ്മളെ ഓർമ്മിക്കുന്നത് അന്ന് പകർത്തിയ ആ ചിത്രങ്ങളാണ്. ഇല്ലെന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? നിന്നോട് സംസാരിച്ച് ഞാൻ തോറ്റു. നീ വാ, വീട്ടിൽ വന്ന് നമുക്ക് അവിടെ കയറി. ഞാൻ കുറേ നേരമായി നിന്ന് കാലം അടയ്ക്കുന്നു. നീ വീട്ടിൽ വന്ന് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിച്ച് നിനക്ക് ചായ കുടിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ തന്നെ ചേട്ടൻ എന്നെ കൊണ്ട് തലവേദനയായി. അപ്പം ഞാൻ വീട്ടിൽ വന്നിരുന്നതിന് ചേട്ടനെ ഒട്ടിച്ചു വിടും. ഇല്ലടാ വാ. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് കാണാം, സംസാരിക്കാം. ചേട്ടൻ നാടകത്തിൽ അഭിനയിക്കുന്ന ട്രിവാൻഡ്രത്തെ ഏതെങ്കിലും പ്രോഗ്രാമുള്ള ഒരു അവസരത്തിൽ എന്നോടൊന്ന് പറയൂ, ചേട്ടൻ്റെ അഭിനയം എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ പറയാമടാ എന്ന് പറഞ്ഞു. പിന്നീട് കാർത്തിക തിരുനാൾ തിയേറ്ററിലോ മറ്റോ ആണ്, വർഷം നോക്കുന്നില്ല, അദ്ദേഹം അഭിനയിച്ചൊരു നാടകം കാണുവാനിടയുണ്ടായി. എത്ര മികവുറ്റ പ്രകടനമാണ്! 60 വർഷക്കാലത്തോളം നാടകവും സിനിമയുമായി ജീവിച്ച ഒരു വലിയ കലാകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് തന്നെ 10-13 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. തമ്പാനൂരിൽ ഇത്രയധികം കലാകാരന്മാരോ ഇത്രയധികം എഴുത്തുകാരോ എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട്. മലയാള സാഹിത്യ ചരിത്രത്തിൽ കയ്യൊപ്പ് ചാർത്തിയ നിരവധി പേർ ഇവിടെയുണ്ട്. അവരാരും ഇന്നത്തെ പോലെ പ്രശസ്തിയും എൻ്റെ പേര് അച്ചടിച്ച് വരണം, എൻ്റെ പേര് 10 പേർ അറിയണം എന്നൊന്നും പറഞ്ഞ് നടന്ന ഒരു കാലമായിരുന്നില്ല അത്. പക്ഷേ ഇന്നും ആ വേരുകൾ, ആ ഉറച്ച വേരുകൾ, സാഹിത്യത്തിൻ്റെ ഗന്ധം, സാഹിത്യത്തിൻ്റെ ഒരുപാട് തലങ്ങൾ വിഹരിച്ചവർ ജീവിച്ചിരുന്നവരും ജീവിക്കുന്നവരും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 1-2 നാടക അവതരണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ബ്രീഫ് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. എങ്കിലും ചിലവ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അത് അദ്ദേഹത്തിൻ്റെ മകനുമായി ഈയിടയ്ക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഓർത്തെടുത്ത് എനിക്ക് എഴുതി അയച്ചു തന്നതാണ് ഇത്. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിക്കാനും അദ്ദേഹവുമായി സംസാരിക്കാനും ഒക്കെയായി കാലങ്ങൾക്ക് ശേഷം 35 വർഷങ്ങൾക്ക് ശേഷം അവിടെ ചെല്ലുമ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അറിയാവുന്ന 1-2 പേരുടെ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുകയും എൻ്റെ കൂടെ പഠിച്ച നീലാനന്ദൻ മാഷ് അദ്ദേഹവും യവനികയ്ക്കുള്ളിൽ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ അനുജൻ അഡ്വക്കേറ്റിനെ കണ്ട് ഞാൻ വിശദാംശങ്ങൾ തിരക്കുകയും അദ്ദേഹം ഫോൺ നമ്പർ തരികയും അദ്ദേഹത്തിൻ്റെ മകനെ കോണ്ടാക്ട് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധു മരിച്ച അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളിൽ ഏർപ്പെടുകയായിരുന്നു. എങ്കിലും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു വലിയ ബ്രീഫുമൊക്കെ അയച്ചു തന്നത് എൻ്റെ ഈ എപ്പിസോഡിന് വളരെ പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ഒരു വലിയ കലാകാരൻ, എന്നും ഓർക്കപ്പെടുന്ന നിരവധി അവാർഡുകൾ നേടിയ ഒരു വലിയ കലാകാരൻ, അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ
വായിച്ച് കേൾപ്പിക്കുന്നത് ശ്രീ പൂജപ്പുര സോമൻ നായർ. 1934 ഡിസംബർ 2 പൂജപ്പുര തലക്കോണത്ത് വീട്ടിൽ ജനനം. തിരുവനന്തപുരം ഇൻ്റർമീഡിയറ്റ് കോളേജിലും MG കോളേജിലുമായി പഠനം. 1957 നാടകാഭിനയം തുടങ്ങി. ഏട്ടിലെ പശു, തൂവലും തുമ്പയും, ക്രോസ് ബെൽറ്റ്, മൃഗം, ഇബ്ലീസുകളുടെ നാട്ടിൽ, നാളെ കാണുന്നവനെ ഇന്ന് കാണുന്നില്ല, അങ്ങനെ നൂറുകണക്കിന് നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ച് ജനശ്രദ്ധ നേടി. NN പിള്ളയുടെ നാടകസംഘം, പ്രശസ്ത നടിമാരായ അടൂർ പങ്കജം, അടൂർ ഭവാനി എന്നിവയുടെ സമിതികളിലും കായംകുളം പീപ്പിൾസ് തിയേറ്റർ എന്നിവയുടെ നാടക സംഘങ്ങളിലും അഭിനയത്തിൻ്റെ മികവ് അദ്ദേഹം സൃഷ്ടിച്ചു. 2013 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഹൃദയം ഒരു ക്ഷേത്രം, ഉദ്യാനലക്ഷ്മി, നീലസാരി, റൗഡി രാമു, മൂന്നാം പക്കം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. 2015 സെപ്റ്റംബർ 18 81 വയസ്സിൽ അദ്ദേഹം ജീവിതത്തിൻ്റെ അരങ്ങിൽ നിന്നും ഒഴിഞ്ഞു. ഒരു വലിയ കലാകാരൻ തമ്പാനൂരിൽ ജീവിച്ച് മനുഷ്യരോടും അയൽവക്കക്കാരോടും എല്ലാവരോടും വിനയത്തോടെയും സ്നേഹത്തോടെയും പെരുമാറിയ ഒരു വലിയ കലാകാരൻ. കാലം എത്രയോ കഴിഞ്ഞ് 13 വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് പറഞ്ഞ അദ്ദേഹം മരിച്ചിട്ട്, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. ഇന്നും എത്രയോ കലാകാരന്മാർക്കിടയിൽ അദ്ദേഹം ഒരു ഓർമ്മപ്പൂക്കളായി നിലകൊള്ളുന്നു. ആ വലിയ കലാകാരന്, ആ വലിയ അഭിനേതാവിന് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.